നമ്മളെ എക്സോസ്റ്റ് അക്രോപോളിക്കിൻ്റെ എക്സോസ്റ്റാണ് വെച്ചേക്കണത്. ബെൻഡ് ഇപ്പോൾ നമ്മൾ കസ്റ്റം ചെയ്തെടുത്താണ് ഗൈസ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേര് എനിക്ക് യൂട്യൂബിലും പിന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഈ എൻ്റെ എക്സോസ്റ്റ് ഏതാണ് പിന്നെ ബെൻഡ് വൈപ്പ് ഏതാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ എക്സോസ്റ്റ് അക്രോപോളിക്കിൻ്റെ എക്സോസ്റ്റാണ് വെച്ചേക്കണത്. ഞാൻ പറഞ്ഞായിരുന്നു, ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു അല്ല, നേരത്തെ നമ്മൾ വണ്ടി റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു അക്രോ ആണെന്ന്. പിന്നെ അപ്പോൾ എസ് സി ആണെന്ന് വെച്ചിരുന്നു, പിന്നെ അക്രോ വെച്ചായിരുന്നു. പിന്നെ നമ്മുടെ ബെൻഡ് വൈപ്പ് എന്ന് പറയുന്നത് ബെൻഡ് വൈപ്പ് നമ്മൾ കസ്റ്റം ചെയ്തെടുത്താണ് ഗൈസ്. ഇത് സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെ ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി നമ്മൾ വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ബാക്കി അവരെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ്. പുള്ളി നല്ല പെർഫെക്റ്റായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ പീസ് വെച്ച് കട്ട് ചെയ്ത് വളച്ച് ചെയ്തിട്ടുണ്ട് മര്യാദക്ക്. അങ്ങനെയാണ് ബെൻഡ് വൈപ്പ് വന്നേക്കണം. അപ്പോൾ എക്സോസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് ഓൺലൈനായിട്ട് 250 ആണ് വരുന്നത്, 250 സംതിങ്ങാണ് വരുന്നത്. പിന്നെ ഇടയ്ക്ക് ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു കമ്പനിക്കാരൻ്റെ നിന്ന് മേടിച്ചത്. പിന്നെ പറയാനാണെങ്കിൽ എക്സോസ്റ്റ് വെച്ച് കിട്ടണം മൈലേജ് എന്ന് വെച്ചാൽ മൈലേജ് ഏതായാലും നോക്കിയിട്ടില്ല. എന്നാലും ഞാൻ ഓടിച്ചത് വെച്ച് പറയാനാണെങ്കിൽ ഒരു 30-35 കിട്ടണമെന്ന് തോന്നുന്നു. ഞാനിന്ന് ട്രിപ്പ് പോയപ്പോഴത്തേക്ക് പാഞ്ചാലിമേട് പോയപ്പോൾ 650 രൂപക്കാരൻ എണ്ണ അടിച്ചത്. അപ്പോൾ 650 രൂപ എണ്ണ അടിച്ചിട്ട് പോയിട്ട് വന്നാണ്ട് 200 സംതിങ് കിലോമീറ്റർ ഓടിയായിരുന്നു. 250 2 കിലോമീറ്റർ ഓടിയായിരുന്നു. അങ്ങനെ മൈലേജ് ക്ലിയർ ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും മൈലേജ് ടെസ്റ്റ് നമുക്ക് ഒരു ദിവസം ചെയ്യണം. പിന്നെ ഇതായിരുന്നു എൻ്റെ ഇടയ്ക്ക് എല്ലാവരും ചോദിച്ചത്, ഈ ബെൻഡ് വൈപ്പ് എഫ്സിയുടെ ബെൻഡ് വൈപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും ഇത് കസ്റ്റം ചെയ്തെടുക്കുക. പിന്നെ പറയാനാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇങ്ങനെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് വെച്ചേക്കണം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ മോഡിഫിക്കേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താണ്. നമ്മൾ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ കമ്പനിക്കാരണം അവരുടെ വണ്ടിയൊക്കെ ചെറുതായിട്ടൊക്കെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുക, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ. കേസ് പിന്നെ ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്ന നേരത്ത് ഇവിടെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ടയർ കുറച്ച് സീനൊക്കെ ഉള്ള, അപ്പം നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഗിയറാണ് കേസ്. നമ്മുടെ ക്ലച്ച് ഡിസ്ക് തീരാറായി കിടക്കുക. അതാണ് ഇങ്ങനെ ഒരു സീൻ. വണ്ടി തനിയെ ഗിയറൊക്കെ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടാകാൻ വേണ്ടി നോക്കിയത് വണ്ടി. ന്യൂട്രായി തോന്നുന്നു. ന്യൂട്രായി അതായത് സീനാക്കാന്ന് അറിയത്തില്ല. എന്തായാലും ചെറിയ പുകയുണ്ട് കൈസ്. ഇങ്ങനെയാണ് വണ്ടിയുടെ സൗണ്ട് വരുന്നത്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. സീനിന്ന് വയലിലേക്ക് നാളെ വരാം.